നമ്മുടെ ഈ നാട്ടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും സംശയമാണ് തൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴകൾ എന്തെങ്കിലും പ്രശ്നമാണോ, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണോ എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ. അപ്പം എല്ലാ മുഴകളും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോമൺ ആയിട്ട് അത് വളരെ സാധാരണമായിട്ട് കാണുന്നത് മൾട്ടിന്യൂളർ ഡോക്ടർ എന്ന് പറയും. അതായത് ഏതാണ്ട് തൈറോയിഡിൽ പല മുഴകളായിട്ട് വരുന്നതാണ്. അതിൻ്റെ ക്യാൻസർ ആകുക എന്നുള്ള ഒരു സാധ്യത 10%. അത് കാരണം എല്ലാവരും അങ്ങനെ ഓടി ചെന്ന് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഈ മൾട്ടിന്യൂളർ ഗോയിറ്റർ എന്നുള്ളതിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട സാധാരണ എല്ലാവരും ഇങ്ങനെ മുഴയുണ്ടെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്നതാണ്. പിന്നെ അല്ലാതെ നമ്മൾ അതിൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡ് ക്യാൻസറിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുമ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വളർന്ന് വലുതായി നെഞ്ചിൻ്റെ അകത്തേക്ക് ഇറങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടൽ, അതായത് ഈ പ്രഷർ നമ്മുടെ അന്നനാളത്തിലും വായു പ്രക്രിയയിലും അതിൽ പ്രഷർ വരുന്ന ചുമ അല്ലെങ്കിൽ വെള്ളമിറക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ സിംറ്റംസ് വരികയാണെങ്കിലാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഇതാണ് സാധാരണ കോമണായിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ. അത് തൈറോയിഡ് ഗ്ലാൻഡ് മൊത്തമായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. പിന്നെ അത് സാധാരണ തൈറോയിഡിൽ വരുന്ന ക്യാൻസറാണ്. തൈറോയിഡ് ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ എല്ലാ ക്യാൻസറുകളിലും ഏറ്റവും ചികിത്സിക്കാൻ വളരെ നല്ല രീതിയിൽ പേഷ്യൻറ്റിന് ഒരു ഔട്ട്കം ഉണ്ടാകുന്നതാണ് തൈറോയിഡിൻ്റെ ക്യാൻസർ, കാപ്പിലറി കാർസിനോമ എന്ന് പറയും. അത് പേടിക്കാനുള്ളതല്ല, ഭയപ്പെടുന്നതല്ല. അത് കണ്ടുപിടിച്ചാൽ എത്ര നേരത്തെ അത് ചെയ്യുക എന്നേ ഉള്ളൂ. അതിന് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്യാൻസർ പോലുള്ള കീമോതെറാപ്പികൾ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ മുമ്പ് 1-2 ടെസ്റ്റുകൾ ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിന് ഓപ്പറേഷൻ്റെ ആവശ്യം തന്നെ ഇല്ല. സാധാരണ മരുന്ന് കഴിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ സംശയകരമായ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ മാത്രം അത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ കോശങ്ങൾ എന്താ അത് കണ്ടിട്ട് മാത്രം ഓപ്പറേഷൻ്റെ ആവശ്യം നമ്മൾ തീരുമാനിക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും പൊതുവേ പേടിയുള്ള തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം പോകും, പലർക്ക് ശബ്ദം ഇല്ലാതായി എന്നുള്ളതൊക്കെ ഒരു ധാരണയുണ്ട്. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാകുന്ന ഞരമ്പുകളൊക്കെ നോക്കി അത് ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. വളരെ സേഫായിട്ടുള്ള സർജറിയാണ്. അങ്ങനെ അതിങ്ങനെ തൈറോയിഡിൽ ഏതൊരു മുഴ കണ്ടാലും അങ്ങനെ പേടിച്ച് പെട്ടെന്ന് പോയി ചെയ്യണം എന്നുള്ളൊരു ഇത് പൊതുവെ അങ്ങനെയുള്ളൊരു ധാരണ ഇങ്ങനെ വേണ്ട